ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാവോയിസ്റ്റായി മാറേണ്ടി വന്ന സ്കൂൾ അധ്യാപകൻ അയാൾ ഓടി രക്ഷപ്പെട്ടു വന്നത് നമ്മുടെ കഥാനായകനായ സേതുവിന്റെ വീട്ടിലേക്ക്. എന്നാൽ അയാളെ അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് അയാൾ മാവോയിസ്റ്റായി മാറിയത്, പിന്നീട് സേതുവിന്റെ വീട്ടിൽ വന്ന് താമസിച്ചതിനു ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ വയനാട്ടിലെ തിരുനെല്ലിയിലെ ഒരു റിസോർട്ടാണ് കാണിക്കുന്നത്. റിസോർട്ടിലേക്ക് മാവോയിസ്റ്റുകളും എത്തുന്നുണ്ട്. അതിലൊരാളാണ് നമ്മുടെ നായകനായ സേതു. അതേസമയം മാവോയിസ്റ്റിനെ പിടികൂടുവാനായിട്ട് പോലീസിന്റെ ടീമും എത്തുന്നു. സേതുവും കൂട്ടരും രക്ഷപ്പെട്ട് ഓടിപ്പോകും. വലിയ വെടിവെപ്പൊക്കെ നടക്കുകയാണ്. രക്ഷപ്പെട്ടോടുന്ന സേതു കാൽ തെന്നി വീഴുകയും കാലിൽ കാര്യമായ പരിക്ക് പറ്റുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ ഇത് സേതുവിന്റെ സ്വപ്നമായിരുന്നു. സേതു ആണെങ്കിലോ ടിവിയുടെ ശബ്ദമൊക്കെ കേട്ടാണ് ഞെട്ടിയുണരുന്നത്. പക്ഷേ സേതുവിന് കാലിന്റെ അടിഭാഗം നല്ല വേദനയുണ്ട്. സേതുവിനൊരു ചേട്ടനുണ്ട്. ചേട്ടന്റെ പേരാണ് മധു. മധു ആണെങ്കിൽ കിടപ്പിലാണ്. ഇവരുടെയൊക്കെ ഇളയപ്പനായ മാർക്കോസ് മരിച്ചുപോയി. എന്നാൽ ഈ മധുവിനാണെങ്കിലോ മാർക്കോസിന്റെ ആത്മാവിനെ കാണുവാനായിട്ട് കഴിയും. മധുവിന് മുന്നിൽ മാർക്കോസിനെ കാണുവാൻ കഴിയുന്നത് പോലെ സേതുവും വീട്ടിലെ ജോലിക്കാരിയായ വത്സലയും അഭിനയിക്കാനാണ് ചെയ്യുന്നത്. സേതു ജോലിക്ക് പോകുവാനായി ഇറങ്ങുന്നു. പക്ഷേ മാവോയിസ്റ്റ് ആക്രമണത്തിന്റെ വാർത്ത പത്രത്തിൽ കണ്ടതും സേതുവിന് പെട്ടെന്ന് തന്നെ കാലിനടിഭാഗം വേദനിക്കുവാനായും തുടങ്ങി. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് സേതുവിന് മനസ്സിലാകുന്നതേയില്ല. ഇവരുടെ വീടിനടുത്ത് ഏർമാടത്തിൽ രണ്ടുപേർ താമസിക്കുന്നുണ്ട്. സേതുവിന് അവരെ അത്ര ഇഷ്ടമേ അല്ല. നല്ല ദേഷ്യമാണ് സേതുവിന് അവരോട്. എന്നാൽ അതേസമയം മാവോയിസ്റ്റ് ആക്രമണം നടന്നിരുന്നു. അതിന്റെ വാർത്തയൊക്കെയാണ് ന്യൂസിലും പത്രത്തിലും ഒക്കെ വരുന്നത്. എന്നാൽ ആ ഒരു ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്കും നഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു തോക്ക് എത്രയും വേഗം കണ്ടുപിടിക്കണമെന്നും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും നല്ല പ്രഷർ ഉണ്ടാവുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥനും ആകെ ദേഷ്യം. സേതുവാണെങ്കിലോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. തനിക്ക് മാവോയിസ്റ്റ് ആക്രമണത്തിന്റെ വാർത്ത ടിവിയിലോ പത്രത്തിലോ കണ്ടു കഴിഞ്ഞാൽ ഉപ്പൂറ്റി വേദനയാണെന്ന് സേതു ഡോക്ടറിനോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ടിവിയും പത്രവും നോക്കാതിരിക്കുകയാണ് നല്ലതെന്നും ഡോക്ടർ മറുപടി പറയും. ആ ഹോസ്പിറ്റലിലെ മറ്റൊരു ഡോക്ടറാണെങ്കിലോ തന്റെ ഫാം ഹൗസിലേക്ക് കുറച്ച് ബിയർ എത്തിക്കണമെന്നും പാർട്ടി ഉണ്ടെന്നും സേതുവിനോട് പറയുന്നു. സേതു ആണെങ്കിലോ ബിയറുമായി ഫാം ഹൗസിലേക്ക് പോകവേ പോലീസ് സേതുവിനെ പൊക്കും. ഒടുവിൽ രാഷ്ട്രീയ പ്രവർത്തകനായ ജാഫർ വന്നാണ് സേതുവിനെ രക്ഷിക്കുന്നത്. സേതു ജാഫറിനോട് ഈ നാട്ടിൽ നിന്ന് തനിക്ക് മറ്റൊരു നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി പോകണമെന്നും പറയുന്നു. കാരണം സേതുവിന് ഈ നാട് ഏകദേശം മടുത്തിരിക്കുന്ന അവസ്ഥയാണ്. തോക്ക് നഷ്ടമായ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ സേതുവിന്റെ കസിന. സേതുവിനെയും കൊണ്ട് ജാഫറും പോലീസ് ഉദ്യോഗസ്ഥനും പെണ്ണ് കാണുവാനായും പോകുന്നു. പെൺകുട്ടിയുടെ പേര് മിനി എന്നാണ്. രണ്ടാളും സംസാരിക്കുമ്പോഴോ സേതുവിന് മിനിയെ ഒരുപാട് ഇഷ്ടമാകും. അന്നേ ദിവസം വീട്ടിലേക്ക് എത്തുമ്പോഴോ വത്സല വീട്ടിലില്ലായിരുന്നു. എന്താ അവർ പോയോ എന്നൊക്കെ സേതു ചിന്തിക്കും. ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടാണ് വത്സല പോയിരിക്കുന്നത്. ഏർമാടത്തിൽ താമസിക്കുന്നവന്റെ ശല്യം കാരണമാണ് വത്സല പോയതെന്നും ആ ലെറ്ററിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല ചേട്ടനായ മധു ആണെങ്കിലോ അവൻ എപ്പോഴും വത്സലയെ ശല്യം ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം പറയുന്നുമുണ്ട്. വേറെ ജോലിക്കാരിയെ എങ്ങനെ കണ്ടെത്തുമെന്ന ടെൻഷനായിരുന്നു സേതുവിന്. വത്സല വേവിച്ച ഫുഡ് എല്ലാം തീർന്നിരുന്നു. ചേട്ടനെങ്ങാനും നടന്നുപോയി ഫുഡ് കഴിച്ചു എന്ന് സേതു ചോദിക്കും. വയ്യാതെ കിടക്കുന്ന ഞാനെങ്ങനാടാ നടന്നു പോകാനായിട്ട്? മാർക്കോസ് ഉച്ചയ്ക്ക് വന്നിരുന്നു. മാർക്കോസ് എടുത്ത് കഴിച്ചു കാണുമെന്നും മധു പറയുന്നു. വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും കമലഹാസന്റെ സിനിമയും കണ്ട് കിടപ്പാണ് മധു. കമലഹാസനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. വീട്ടിൽ ആരോ വന്നെന്ന സംശയം സേതുവിനുണ്ടാകും. കാരണം ഫുഡൊക്കെ തീർന്നിരുന്നല്ലോ. അന്ന് പേടിയോട് കൂടിയാണ് സേതു ഉറങ്ങുവാനായി കിടന്നിരുന്നതും. രാവിലെ ഉണരുമ്പോഴോ മുകളിലേക്കുള്ള പടിക്കെട്ടിനടുത്തായിട്ട് രക്തം കിടക്കുന്നത് സേതു കാണുന്നു. പേടിച്ചവൻ വെട്ടുകത്തിയുമായി മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോഴോ കാലിൽ വലിയ മുറിവുകളും രക്തവുമായി ഒരാൾ കിടന്നുറങ്ങുന്നു. ആരാ എന്ന് പേടിയോടുകൂടി സേതു ചോദിക്കുമ്പോൾ ഞെട്ടി ഉണർന്ന അയാളാണെങ്കിൽ സേതുവിന് നേരെ തോക്ക് ചൂണ്ടും. അപ്പോഴേക്കും മധു ആരാ അവിടെ, മാർക്കോസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ആരാടാ മാർക്കോസ്? ഇന്നലെ വന്നപ്പോൾ മുതൽ അയാൾ ഇങ്ങനെ മാർക്കോസിന്റെ പേര് പറയുകയാണെന്നും ആ വന്ന ആൾ പറയുന്നുണ്ട്. എന്നാൽ അത് കേട്ട് സേതു പറയുന്നത് അതെന്റെ ഇളയപ്പന, മരിച്ചുപോയി. എന്റെ ചേട്ടനാണ് മധു. ചേട്ടന് മാത്രമേ കാണാൻ കഴിയൂ എന്നും സേതു പറയുന്നു. അത് കേട്ട് തോക്കും ചൂണ്ടി നിൽക്കുന്ന ആളിന് എന്തൊക്കെയോ വശപിശക് തോന്നും.
താൻ ഇവിടെ ഉള്ളത് ആരെയും അറിയിക്കരുതെന്നും അറിയിച്ചാൽ നിന്നെ കൊല്ലുമെന്നും അയാൾ തോക്കു ചൂണ്ടി വിരട്ടുന്നതിനാൽ പേടിച്ചു പോയ സേതു അയാൾ പറയുന്നതെല്ലാം അംഗീകരിക്കുവാനായും തീരുമാനിക്കുകയാണ്. അയാളുടെ പേര് രാജേന്ദ്രൻ എന്നാണ്. അതേസമയമായിരുന്നു മധു തന്നെ കുളിപ്പിച്ചു തരുവാനായിട്ട് സേതുവിനോട് പറയുന്നതും. സേതു താഴേക്ക് ചെന്ന് മധുവിനെ കുളിപ്പിച്ചു കൊണ്ടുവരികയാണ്. എന്നാൽ മധു കാണുമ്പോഴോ ദേ അവിടെ ആ രാജേന്ദ്രൻ നിൽക്കുന്നു. രാജേന്ദ്രന്റെ കൈവശം തോക്കുമുണ്ട്. ഇത് മാർക്കോസ് ആണെന്നും മധു അങ്ങ് കരുതും. എടാ മാർക്കോസേ, നിന്റെ കയ്യിൽ തോക്കൊക്കെ ഇരിക്കുന്നല്ലോടാ, എന്നിട്ടാണോ ആ മയർമാടത്തിൽ താമസിക്കുന്നവനെ ഒന്ന് വിരട്ടാത്തത് എന്നൊക്കെ മധു ചോദിക്കുന്നുണ്ട്. മധുവിന് മാനസികമായിട്ട് എന്തോ പ്രശ്നമാണെന്നുള്ള കാര്യം സത്യത്തിൽ രാജേന്ദ്രന് മനസ്സിലായി. അന്നേ ദിവസം രാജേന്ദ്രൻ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. രാജേന്ദ്രന് വേണ്ടിയിട്ടുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി നൽകുന്നത് സേതുവായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ആരോ കോളിംഗ് ബെല്ലടിക്കുകയാണ്. രണ്ടുപേരും ഞെട്ടിയുണരുന്നു. എന്നാൽ അവിടെ രാജേന്ദ്രൻ ഒളിച്ചിരിക്കുന്ന സമയം സേതു പോയി വാതിൽ തുറക്കും. വന്നത് ജാഫറായിരുന്നു. സേതു ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണുവാനായിട്ട് പോയില്ലേ മിനി, ആ പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിൽ സേതുവിന്റെ വീട് കാണുവാനായിട്ട് വരുന്നത്രേ. അതുകൊണ്ട് എത്രയും വേഗം റെഡിയാകുവാനായിട്ട് സേതുവിനോട് പറയുന്നുണ്ട്. പക്ഷേ സേതുവിന് ആകെ ടെൻഷൻ. കാരണം രാജേന്ദ്രൻ അവിടെ ഒളിച്ചിരിക്കുകയല്ലേ. ഈ രാജേന്ദ്രൻ ഒരു മാവോയിസ്റ്റ് ആണ്. രാജേന്ദ്രൻ മാവോയിസ്റ്റ് ആണെന്ന് സേതുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് സേതു പേടിച്ചു നിൽക്കുന്നതും. അതേ സമയമായിരുന്നു മിനിയും മിനിയുടെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡായ മിലിറ്ററിക്കാരനും അവിടേക്ക് വരുന്നത്. വീടൊക്കെ അവർ കാണുന്നു. എന്നാൽ പേടിച്ചു നിൽക്കുകയാണ് സേതു. അതേ സമയമായിരുന്നു അകത്തു നിന്നും മധു വല്ലാതെ ബഹളം വെക്കുന്നത്. എടാ മാർക്കോസേ, മാർക്കോസ് കട്ടിലിനടിയിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാണ് ബഹളം വെക്കുന്നത്. ഉടനെ തന്നെ സേതു വന്ന് വായ പൊത്തിപ്പിടിക്കുന്നു. പക്ഷേ അതേസമയം മധുവിന്റെ കയ്യിലാണെങ്കിൽ വെട്ടുകത്തിയിരിക്കുന്നത് മിനിയും വീട്ടുകാരും കാണും. അതോടെ അവർ അവിടെ നിൽക്കാതെ രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. പിന്നാലെ പോയ ജാഫർ ഓരോന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുമെങ്കിലും നടക്കുന്നതേയില്ല. ഏകദേശം നമ്മുടെ സേതുവിന്റെ വിവാഹം മുടങ്ങി എന്ന് തന്നെ പറയാം. സേതുവിനെ ഒന്ന് പുറത്തോട്ട് പോകുവാൻ പോലും രാജേന്ദ്രൻ അനുവദിക്കുന്നതേയില്ല. കാരണം രാജേന്ദ്രനെ ഒറ്റ കൊടുക്കുമോ എന്ന പേടിയായിരുന്നു സത്യത്തിൽ രാജേന്ദ്രന്. രാജേന്ദ്രന്റെ കാലിൽ നല്ല വലിയ മുറിവാണുള്ളത്. അതിൽ നിന്നും ഒരുപാട് ബ്ലഡും വരുന്നുണ്ട്. എന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ മരുന്നൊക്കെ എടുത്തുകൊണ്ട് വരുമായിരുന്നല്ലോ എന്നൊക്കെ സേതു പറയുന്നുണ്ട്. അങ്ങനെ സേതു തന്റെ കൈവശമുള്ള മരുന്നൊക്കെ വെച്ച് മുറിവ് ക്ലീൻ ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോഴേക്കും രാജേന്ദ്രൻ ചോദിക്കുന്നുണ്ട് മധുവിന് എന്താണ് പ്രശ്നമെന്ന്, ആരായി മാർക്കോസ് എന്ന്. അപ്പോഴാണ് ആരാണ് മാർക്കോസ് എന്നും മധുവിന് എന്താണ് സംഭവിച്ചെന്നും തുറന്നു പറയുന്നത്. സത്യത്തിൽ ഇളയപ്പനായിട്ടുള്ള മാർക്കോസും മധുവും നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ആയിരുന്നു. അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണുള്ളത്. എന്ത് പ്രശ്നത്തിനും അവർ ഒരുമിച്ചായിരിക്കും. ഇവരാണെങ്കിലും ഒരു എസ്റ്റേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതേ എസ്റ്റേറ്റിൽ തന്നെ ആദിവാസികളായ പയ്യന്മാരും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പയ്യൻ മരണപ്പെട്ടു പോയി. ആ പയ്യന്റെ മരണത്തെ തുടർന്ന് ഇവരാണെങ്കിൽ ആ പയ്യന്റെ വീട്ടുകാർക്ക് കാശ് വാങ്ങി കൊടുക്കുവാൻ വേണ്ടിയിട്ട് മുതലാളിയോട് സംസാരിക്കുവാനായി ചെന്നു. എന്നാൽ അവിടെ വെച്ച് വലിയ വാക്കുതർക്കമുണ്ടാവുകയാണ് ചെയ്തത്. മാർക്കോസ് ആണെങ്കിലോ മുതലാളിയെ തല്ലുകയും ചെയ്തു. വലിയ ഫൈറ്റ് നടക്കും. ആ ഒരു ഫൈറ്റിനൊടുവിൽ മുതലാളിയുടെ ആളുകൾ ചേർന്ന് മാർക്കോസിനെ കുത്തി കൊലപ്പെടുത്തി. തിരിഞ്ഞു കിടക്കുകയായിരുന്ന മധുവിന്റെ നടുവിനാണ് കത്തിക്കൊണ്ട് കുത്തിയതും. അതോടുകൂടി മധുവിന്റെ നടുവിന് താഴേക്ക് തളർന്നു പോയി. ഇതുവരെയായിട്ട് മാർക്കോസ് മരണപ്പെട്ടു പോയി എന്നുള്ള കാര്യം മധുവിന് അറിയത്തേയില്ല. ഞങ്ങളാരും പറഞ്ഞിട്ടുമില്ല. പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് എടുക്കുക എന്നുള്ള കാര്യം അറിയത്തുമില്ല. മാർക്കോസിന്റെ ആ ഒരു പ്രശ്നത്തിന് ശേഷം ചേട്ടൻ ഇങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളാരും മാർക്കോസ് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനും നിന്നിട്ടില്ല എന്നും സെയ്ദ് പറയുന്നു. അത് കേട്ട് രാജേന്ദ്രന് വല്ലാതെ സങ്കടം വരികയാണ്. മാത്രവുമല്ല രാജേന്ദ്രൻ ഇപ്പോൾ മാർക്കോസ് ആയിട്ടാണല്ലോ മധു കണ്ടിരിക്കുന്നതും. അന്നേ ദിവസം ആഹാരമൊക്കെ കഴിച്ചവർ ഉറങ്ങുവാനായും കിടന്നു. അടുത്ത ദിവസം രാവിലെ രാജേന്ദ്രൻ ഉറക്കമുണരുമ്പോഴോ സേതു അടുത്തില്ല. സേതു എവിടെ പോയെന്ന് രാജേന്ദ്രൻ അറിയത്തുമില്ല. തന്നെ ചതിച്ചോ എന്ന സംശയം രാജേന്ദ്രനുണ്ടാകുന്നു. വീടിന് പുറത്തു വല്ലതും പോയതാണോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അവിടെയുണ്ടായിരുന്ന വത്സലയുടെ വേഷവും എടുത്തിട്ടിട്ട് തലയിലൊരു തുണി കൊണ്ട് കെട്ടി ചൂലെടുത്ത് മുറ്റമടിക്കുന്നത് പോലെയൊക്കെ അഭിനയിക്കും. എന്നാൽ സേതുവിനെ അവിടെ കാണുന്നതേയില്ല. മാത്രവുമല്ല മധുവാണെങ്കിലോ എടാ മാർക്കോസെ അകത്തേക്ക് വാടാ എന്ന് പറഞ്ഞ് ബഹളം വെക്കുവാനായും തുടങ്ങി. ഉടനെ തന്നെ രാജേന്ദ്രനാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോകും. എന്നാൽ സ്ത്രീയുടെ വേഷത്തിൽ നിൽക്കുന്നത് ആ ഏറുമാടത്തിൽ താമസിക്കുന്ന ഒരാൾ കാണുകയുണ്ടായി. അയാൾ കരുതിയത് വത്സല വീണ്ടും തിരികെ വന്നു എന്നാണ്. വത്സലയോട് മോശമായി പെരുമാറുവാൻ വേണ്ടിയിട്ട് അയാളാണെങ്കിലോ ആ വീട്ടിലേക്ക് ചെല്ലുന്നു. പേടിച്ചു നിൽക്കുകയാണ് രാജേന്ദ്രൻ. വത്സലെ കഥക് തുറക്കടി എന്നൊക്കെ പറഞ്ഞ് അയാൾ വല്ലാതെ ബഹളം വയ്ക്കും. എന്നാൽ ഇതെല്ലാം മധു കാണുന്നുണ്ടല്ലോ. നിന്റെ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് അവനെ വെടിവെക്കടാ എന്നൊക്കെ മധു പറയുന്നുണ്ട്. മിണ്ടാതിരിക്കുവാൻ വേണ്ടിയിട്ട് പലതവണയായിട്ടും രാജേന്ദ്രൻ പറയുന്നു. എന്നാൽ അതേസമയം മധു തന്റെ കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തിയെടുത്ത് ആ ഒരു കഥകിനെ ലക്ഷ്യമാക്കി എറിയുന്നു. വന്നു കൊള്ളുന്നത് ഏർമാടത്തിൽ താമസിക്കുന്ന ആളിന്റെ തൊട്ടടുത്തായിട്ടും. അതുകൊണ്ട് തന്നെ അയാൾ പേടിച്ചവിടെ നിന്ന് പോയതാണ്. അതേസമയമായിരുന്നു സേതുവിന്റെ ലെറ്റർ കിട്ടുന്നത്. സേതു ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്.
കാരണം സേതുവിന് ലീവില്ല. ലീവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പോയിരിക്കുന്നത്. മാത്രവുമല്ല ഒരു ക്യാമ്പും നടക്കുന്നുണ്ട്. പോയില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകാർ തിരക്കി വരും. അതുകൊണ്ട് പേടിച്ചാണ് ഹോസ്പിറ്റലിലേക്കും പോയിരിക്കുന്നത്. സേതുവും കൂട്ടരും എത്തിയിരിക്കുന്നത് ക്യാമ്പ് നടക്കുന്ന സ്ഥലത്താണ്. അവിടേക്ക് മിനിയും വരുന്നുണ്ട്. മിനിയെ കാണുമ്പോൾ സേതു ആണെങ്കിൽ ഒരു ദേഷ്യമോ അങ്ങനെയൊന്നുമില്ലാതെ അവളോട് നന്നായിട്ടാണ് സഹകരിക്കുന്നതും. മിനി ഒരു കാര്യം സേതുവിനോട് പറയുന്നുണ്ട്. ഇവിടെയുള്ള സീത ചേച്ചിയുടെ വീട്ടിലെ ഒരു ദിവസം ഒരു മാവോയിസ്റ്റ് വന്ന് താമസിച്ചിട്ട് പോയി. അത് കേട്ട സേതു ഞെട്ടിപ്പോവുകയും മാവോയിസ്റ്റ് ആരെയും ഉപദ്രവിക്കില്ല എന്ന് ചോദിക്കുന്നു. ഏയ്, അങ്ങനെയൊന്നും ചെയ്യില്ല. അവർ സാധാരണ ജനങ്ങളെ ഒന്നും ചെയ്യില്ല. ഏതെങ്കിലും വീട്ടിൽ വരും, ആഹാരമൊക്കെ കഴിക്കും, മൊബൈലൊക്കെ ചാർജിന് വെക്കും, തിരികെ പോകും. അല്ലാതെ അവർ ആരെയും ഒന്നും ചെയ്യില്ല. അവരൊക്കെ പാവങ്ങളാ. സത്യത്തിൽ ഗവൺമെന്റിനോട് മാത്രമേ അവർക്ക് ദേഷ്യമുള്ളൂ. സർക്കാർ മാത്രമേ അവരെ പേടിക്കുന്നുള്ളൂ എന്നായിരുന്നു മിനി പറയുന്നത്. അതേസമയം സീതയുടെ വീട്ടിലേക്ക് പോലീസുകാർ എത്തുകയാണ്. മാവോയിസ്റ്റ് ആയിട്ടുള്ള ആളിനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ അവർ അന്വേഷിക്കുന്ന ഈ ഒരു മാവോയിസ്റ്റ് മറ്റാരുമല്ല, നമ്മുടെ സേതുവിന്റെ വീട്ടിൽ താമസിക്കുന്ന രാജേന്ദ്രനില്ലേ, രാജേന്ദ്രൻ തന്നെയാണ്. എന്നാൽ ആ സീത പറയുന്നത് അന്ന് വന്നു തിരികെ പോയി, അതിനുശേഷം ഇവിടെ വന്നിട്ടേയില്ല. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നായിരുന്നു ആ സ്ത്രീ പറയുന്നത്. പോലീസുകാരും അവിടെ നിന്ന് പോകുന്നു. എന്നാൽ പോലീസുകാർ പോകുന്ന സമയത്ത് മാവോയിസ്റ്റുകാർ കൊല്ലപ്പെടുന്നതിനെതിരായിട്ട് ജനങ്ങളൊക്കെ പ്രതിഷേധിക്കുകയാണ്. അവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞാണ് സർക്കാരിനെതിരെ അവർ പോരാടുന്നത്. എന്നാൽ അതേസമയമായിരുന്നു വീട്ടിലേക്ക് സേതു ജോലിയെല്ലാം കഴിഞ്ഞു വരുന്നത്. സേതുവിനെ പിടികൂടുകയാണ് രാജേന്ദ്രൻ. കാരണം രാജേന്ദ്രൻ പേടിച്ചു നിൽക്കുകയാ. രാജേന്ദ്രനോട് ഒന്ന് പറയാതെയാണല്ലോ സേതു പോയിരിക്കുന്നതും. വീട്ടിലേക്ക് എത്തുന്ന സേതുവിനോട് നീ എന്താ എന്നോട് പറയാതെ പോയതെന്നൊക്കെ ചോദിക്കുമ്പോഴോ, ഞാൻ ഉണരുന്ന സമയത്ത് നിങ്ങൾ നല്ല ഉറക്കമായിരുന്നു, അതാ ലെറ്റർ എഴുതി വെച്ചിട്ട് പോയത്. ദേ ഈ മരുന്നെടുക്കാനാ പോയത്. മരുന്ന് പുരട്ടിയില്ലെങ്കിൽ ആ കാല് പഴുക്കും, കാല് മുറിച്ചു കളയേണ്ടി വരുമെന്നൊക്കെ സേതു പറയുന്നു. അങ്ങനെ അവർ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അതേസമയം ആരോ വീട്ടിലേക്ക് വരുന്നു. വന്നത് മറ്റാരുമല്ല, പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരുടെ കസിനാണല്ലോ. എന്നുവെച്ചാൽ ഈ മാർക്കോസിന്റെ മകനാണ് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. കൂടെ ജാഫറുമുണ്ട്. ഇവർ മദ്യപിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. എത്രയും വേഗം രാജേന്ദ്രനോട് എവിടെയെങ്കിലും പോയി ഒളിക്കുവാനായിട്ടൊക്കെ സെയ്ത് പറയുന്നു. അതേസമയം ഈ മധു ആണെങ്കിലോ, എടാ നിന്റെ അച്ഛനായ മാർക്കോസ് ഇവിടെ ഉണ്ടടാ, വന്ന് കാണടാ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത ബഹളം. ഈ മധുവിന് ചെറിയ മാനസിക പ്രശ്നമുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ അത് വലിയ കാര്യമാക്കിയതേയില്ല. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് എന്ന് തന്നെ പറയാം. അടുത്ത ദിവസം പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ പോകുന്നത് രാജേന്ദ്രൻ ഒരു കാമുകിയുണ്ട്, രേണുക. രേണുകയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അറ്റാക്ക് നടന്ന അതേ റിസോർട്ടിൽ തന്നെയാണ് രേണുകയും നിൽക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് രാജേന്ദ്രനെ പരിചയമെന്ന് ചോദിക്കുമ്പോൾ രേണുക ആദ്യം ആലുവയിലെ ഒരു സ്കൂട്ടിയുടെ ഷോറൂമിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടേക്ക് ആദ്യമായിട്ട് സ്കൂട്ടി നോക്കുവാനായി എത്തിയ ആളായിരുന്നു രാജേന്ദ്രൻ. അങ്ങനെ രണ്ടുപേരും നല്ല പരിചയമായി. സ്കൂട്ടിയൊക്കെ നോക്കിയിട്ട് രാജേന്ദ്രൻ അവിടുന്ന് പോകുന്ന സമയത്ത് രേണുക രാജേന്ദ്രന് മെസ്സേജ് അയക്കുകയും രണ്ടുപേരും നല്ല കമ്പനിയാവുകയും ചെയ്തു. അങ്ങനെയാണ് രാജേന്ദ്രൻ അവിടെ നിന്നും ആദ്യമായിട്ട് സ്കൂട്ടി വാങ്ങുന്നതും. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം സ്കൂട്ടിക്ക് വല്ലാതെ കംപ്ലൈന്റ് ഉണ്ടാവുകയും രാജേന്ദ്രൻ പലതവണയും തള്ളിക്കൊണ്ടു പോകുന്നത് രേണുക കാണുകയുണ്ടായി. ഒരു ദിവസം ഷോറൂമിലേക്ക് വന്ന് രാജേന്ദ്രൻ വല്ലാതെ പ്രശ്നമുണ്ടാക്കും. സ്കൂട്ടി ശരിയാക്കി തന്നില്ലെങ്കിൽ ഈ ഷോറൂമെ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷവും രാജേന്ദ്രനും രേണുകയും നല്ല കൂട്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ രാജേന്ദ്രൻ ഒരു ദിവസം ചെയ്തു. സ്കൂട്ടി നേരെ ഷോറൂമിലേക്ക് കൊണ്ടുവന്നിട്ട് മാലപ്പടക്കം വെച്ച് ആ സ്കൂട്ടി അങ്ങ് കത്തിച്ചു കളയുകയാണ് ചെയ്തത്. എന്നിട്ട് രേണുകയും അവിടെ നിന്ന് വിളിച്ചുകൊണ്ടു പോകുന്നു. എന്നാൽ ഷോറൂം കത്തിച്ചതിന്റെ പേരിൽ രേണുകയുടെ കൺമുന്നിൽ കൂടിയാണ് രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും. രാജേന്ദ്രനെ ജയിലിൽ നിന്ന് ഇറക്കുവാൻ വേണ്ടിയിട്ട് 50,000 രൂപ കെട്ടിവെച്ചതും രേണുകയായിരുന്നു. ആ ഒരു കാശ് ചോദിച്ച് താൻ രാജേന്ദ്രനെ വിളിക്കുകയുണ്ടായി. എന്നാൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം രേണുക പറയുന്നു. അവസാനമായിട്ട് നിങ്ങൾ കണ്ടത് ആ ഒരു പ്രശ്നം നടന്ന സമയത്തല്ലേ, റിസോർട്ടിൽ നിന്ന് എപ്പോഴാണ് രാജേന്ദ്രൻ വന്നത്, ആ ഒരു സന്ദർഭമൊക്കെ പറയുവാനായിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അന്നേ ദിവസം രേണുക റിസപ്ഷനിൽ ഇരിക്കുന്ന സമയം അവിടേക്ക് 2 മാവോയിസ്റ്റുകൾ വരികയാണ്. 50,000 രൂപയും 15 പേർക്കുള്ള ഫുഡും വേണമെന്ന് രേണുകയോട് ആവശ്യപ്പെട്ടു. രേണുക അത് കൊടുക്കുവാനായിട്ട് തയ്യാറാകാത്തത് കൊണ്ട് തന്നെ തോക്ക് ചൂണ്ടി അവളെ ഭീഷണിപ്പെടുത്തി ഓഫീസിൽ കൊണ്ടുവന്ന് 50,000 രൂപ കാശെടുപ്പിച്ചു. എന്നിട്ട് 15 പേർക്കുള്ള ഫുഡ് എടുക്കുവാനായി പോകുന്ന സമയമായിരുന്നു അവിടേക്ക് രാജേന്ദ്രൻ വരുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനും അതേസമയം ആ റിസോർട്ടിലുണ്ട്. രാജേന്ദ്രൻ രേണുക വരുന്നത് കണ്ട് രേണുകയെ പ്രൊപ്പോസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് രാജേന്ദ്രൻ ബൊക്കെയുമായിട്ട് ചെല്ലുന്ന സമയത്തായിരുന്നു രേണുകയ്ക്ക് പിന്നിൽ നിൽക്കുന്നവൻ തോക്കുമായി നിൽക്കുന്നത് രാജേന്ദ്രൻ കാണുന്നത്. അതൊരു മാവോയിസ്റ്റ് ആണെന്ന് രാജേന്ദ്രന് നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ അവിടെ പോലീസുകാരെല്ലാവരും വരികയും മാവോയിസ്റ്റിനെ പിടികൂടുവാനായും ശ്രമിക്കുന്ന സമയത്ത് രാജേന്ദ്രനും ആ ഒരു കൂട്ടത്തിൽ പെട്ടുപോയി. രാജേന്ദ്രന് തറയിൽ നിന്നും ഒരു തോക്ക് കിട്ടി. ആ തോക്ക് കൊണ്ടാണ് രാജേന്ദ്രൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. പോകുന്ന വഴിയിൽ രാജേന്ദ്രൻ മറിഞ്ഞു വീഴുകയും കാലിൽ
വലിയ മുറിവുണ്ടാവുകയും ചെയ്തു. രാജേന്ദ്രൻ ഒരു മാവോയിസ്റ്റ് ഒന്നുമല്ല. ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹം ഒരു കെമിസ്ട്രി മാഷാണെന്നാണ് രേണുക പറഞ്ഞിരുന്നത്. എന്നാൽ രാജേന്ദ്രൻ തന്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കുന്ന സമയത്ത് രാജേന്ദ്രൻ മാവോയിസ്റ്റ് ആണെന്ന് പറഞ്ഞ് പോലീസുകാരൊക്കെ അന്വേഷിച്ച് വന്നതുകൊണ്ട് തന്നെ ആരും രാജേന്ദ്രനെ അങ്ങനെ ഉൾക്കൊള്ളുന്നതേയില്ല. അവൻ പറയുന്നത് പോലും കേൾക്കാനും ആരും കൂട്ടാക്കുന്നതേയില്ല. അതേ സമയമായിരുന്നു നമ്മുടെ സേതുവാണെങ്കിൽ മധുവിനെ കുളിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഏർമാടത്തിൽ താമസിക്കുന്നവരില്ലേ, അയാളാണെങ്കിൽ തോക്ക് ചൂണ്ടി മധുവിനെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കുന്നു. മധു വല്ലാതെ ബഹളം വയ്ക്കുകയാണ്. എടാ മാർക്കോസേ, നീ ഇത് കാണുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞാണ് ബഹളം വെക്കുന്നത്. അന്നേ ദിവസം രാത്രി രാജേന്ദ്രന് വല്ലാത്തൊരു തോന്നൽ. എന്തെന്നാൽ അവരുടെ ആ ഒരു ഏർമാടത്തിലിരിക്കുന്ന തോക്ക് അടിച്ചു മാറ്റണമെന്ന്. ഏർമാടത്തിലുള്ളവർ എന്തിനെയോ വേട്ടയാടി അതിനെ ചുട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന തക്കം നോക്കി സേതുവും രാജേന്ദ്രനും കൂടി ഏർമാടത്തിനടുത്തെത്തുന്നു. അതേ സമയമായിരുന്നു മധു വല്ലാതെ മാർക്കോസെ എന്ന് വിളിക്കുന്നത്. അത് നോക്കുവാൻ വേണ്ടിയിട്ട് സേതു പോകുന്ന തക്കം നോക്കി വയ്യാത്ത കാലും കൊണ്ട് രാജേന്ദ്രൻ ഏർമാടത്തിന്റെ മുകളിലേക്ക് കയറുന്നു. അതേ സമയത്തായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്ന കണ്ണിന് കാഴ്ചയില്ലാത്തൊരാൾ അവിടേക്ക് കയറി വരുന്നത്. ആരാടാ നീ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു മാവോയിസ്റ്റ് ആണെന്നും രാജേന്ദ്രൻ പറയുന്നു. എന്നിട്ട് രാജേന്ദ്രൻ തന്റെ കയ്യിലിരിക്കുന്ന തോക്കും അയാളുടെ തോക്കും എടുത്ത് കാണിച്ച് വിരട്ടുകയാണ്. അതിനുശേഷം രാജേന്ദ്രൻ വീട്ടിലേക്കും വരുന്നു. അയാളുടെ തോക്കിനെ ലൈസൻസ് ഒന്നും ഇല്ല എന്നൊക്കെയുള്ള കാര്യം രാജേന്ദ്രൻ പറയും. മാത്രവുമല്ല നമ്മൾ ആരെയും പേടിച്ച് ജീവിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാജേന്ദ്രൻ സേതുവിനോട് പറയുന്നുണ്ട്. അടുത്ത ദിവസം സേതു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ആ ഏർമാടത്തിൽ താമസിച്ചിരുന്ന കണ്ണുവയ്യാത്ത ആളുണ്ടല്ലോ, അയാളെ മരിച്ച നിലയിൽ കൊണ്ടുപോകുന്നതാണ്. എന്താ അയാൾക്ക് സംഭവിച്ചെന്ന് ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അയാൾ മരിച്ചതോടുകൂടി സേതുവിന് ഒരുപാട് സന്തോഷമായി. അയാളുടെ ഡെഡ് ബോഡി അവിടെ നിന്നും ആംബുലൻസിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സേതുവായിരുന്നു. ആ ഒരു ഡെഡ് ബോഡിക്കിട്ട് സേതു നല്ലത് കൊടുക്കുന്നുണ്ട്. അവരെ ഒരുപാട് ഇയാൾ ദ്രോഹിച്ചിരുന്നല്ലോ. അയാളുടെ ഡെഡ് ബോഡി കാണുവാൻ വേണ്ടിയിട്ട് സേതുവിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന വത്സലയും എത്തുന്നുണ്ട്. വത്സലയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പോൾ മരണാനന്തര ചടങ്ങെല്ലാം കഴിഞ്ഞ് സേതു നേരെ മധുവിനടുത്തെത്തി ദേ ആ ഏർമാടത്തിൽ താമസിക്കുന്ന അയാൾ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് തന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. ഇവരെല്ലാവരും ഇത്രയ്ക്ക് സന്തോഷിക്കാൻ കാരണമെന്തെന്നാൽ സത്യത്തിൽ ഇവരുടെ അച്ഛനൊപ്പം കുരുമുളക് കൃഷി നടത്തിയിരുന്നതാണ് അയാൾ. എന്നാൽ അയാളാണെങ്കിലോ കുറച്ച് ലാഭം വന്നപ്പോൾ ഇവരുടെ അച്ഛനെ ചതിച്ചു. അതോടുകൂടി കടക്കെണിയിലായി. മാത്രവുമല്ല ഇവരുടെ വസ്തുവൊക്കെ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. അവരുടെ വീട്ടിലെ സർവേ കല്ല് ആരും അറിയാതെ പൊഴുത് മാറ്റിയിട്ട് അവരുടെ ഭൂമിയൊക്കെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും വേണ്ടിയിട്ട് സേതുവിനെയും മധുവിനെയും അയാൾ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മരിച്ചതോർത്ത് ഇവർക്ക് ഒരുപാട് സന്തോഷമാണ്. അന്നേ ദിവസം രാത്രിയാണ് മധു സമാധാനത്തോടു കൂടി വീടിന് മുറ്റത്തിറങ്ങിയിരിക്കുന്നത്. മധു ഉറക്കെ കൂവുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സേതുവും മധുവും രാജേന്ദ്രനുമൊക്കെ നല്ല കമ്പനിയാവുകയാണ്. മാത്രവുമല്ല സേതുവിനും മിനിക്കുമിടയിൽ ചെറിയ കെമിസ്ട്രി ഒക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മിനി തന്റെ അച്ഛനുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അച്ഛന് നല്ല പനിയുണ്ട്. പക്ഷേ ഡോക്ടറാണെങ്കിലോ തന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകുവാനായി ഇറങ്ങും. നഴ്സിനോട് നോക്കുവാനായിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ മിനിക്കത് വല്ലാതെ ദേഷ്യമാകും. ഡോക്ടറിന്റെ അടുത്ത് വന്ന് മിനി പ്രശ്നമുണ്ടാക്കുകയാണ്. എന്നിട്ട് ഡോക്ടറിനെ തന്നെ കൊണ്ടുവന്ന് തന്റെ അച്ഛനെ ചികിത്സിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മിനി സേതു കെട്ടാൻ പോകുന്ന പെണ്ണാണെന്നുള്ള കാര്യം ഡോക്ടറിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഡോക്ടറിന് സേതുവിനോട് നല്ല ദേഷ്യമുണ്ട്. മാത്രമല്ല പേഷ്യന്റിനെ കൊണ്ടുപോകുവാനുള്ള ജീപ്പിലാണ് ഈ ഡോക്ടറാണെങ്കിൽ തന്റെ വീട്ടിലേക്കുള്ള കുരുമുളകൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ മിനിയാണെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റിക്കുകയും ചെയ്യുന്നു. ഡോക്ടറിന് വല്ലാതെ ദേഷ്യമാവുകയാണ്. അന്നേ ദിവസം തന്നെ മിനിയുടെ അച്ഛന് പനി കുറവില്ലാത്തത് കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് അച്ഛനെ കൊണ്ടുപോയത് സേതുവായിരുന്നു. അടുത്ത ദിവസം സേതുവിനെ കാത്തിരിക്കുകയാണ് ഹോസ്പിറ്റലിലുള്ളവർ. കാരണം ഹോസ്പിറ്റലിൽ കറണ്ടില്ല. ജനറേറ്ററൊക്കെ ഓൺ ആക്കുന്നത് സേതുവായിരുന്നു. സേതു ഒരുപാട് ലേറ്റായാണ് എത്തുന്നത്. ഡോക്ടർ അവനെ ഒരുപാട് വഴക്ക് പറയും. ജനറേറ്റർ റൂമിൽ ചെന്ന് ജനറേറ്റർ ഓൺ ആക്കുന്ന സമയത്താണ് ഒരു ഓട്ടോക്കാരൻ വന്ന് സേതുവിനെ വല്ലാതെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നത്. കൃത്യസമയത്ത് ജോലിക്ക് വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ വഴക്ക് പറഞ്ഞത്. അതോടുകൂടി സേതുവിന് വല്ലാതെ ദേഷ്യം ഡോക്ടറിനോടുണ്ടാകുന്നു. അന്നേ ദിവസം രാത്രി നടന്ന കാര്യങ്ങളെല്ലാം ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണ് സേതു. അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിന്റെ മതിലിൽ ആരോ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. മാവോയിസ്റ്റ് ഒട്ടിച്ചിരുന്ന പോസ്റ്ററാണത്. ഹോസ്പിറ്റൽ ജീവനക്കാർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നതായിരുന്നു അത്. പോലീസ് ഉദ്യോഗസ്ഥരും അവിടേക്ക് അന്വേഷിച്ചെത്തുന്നുണ്ട്. ആരാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചതെന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന സമയത്ത് ഈ ഡോക്ടറും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരും സേതുവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സേതുവാണ് നേരത്തെ ഹോസ്പിറ്റലിലേക്ക് വന്നതെന്നൊക്കെ പോലീസുകാരോട് ഹോസ്പിറ്റൽ ജീവനക്കാർ പ്രത്യേകിച്ച് ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു. താനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ സേതു തുറന്നു പറയും. എന്നാൽ ഈ ഡോക്ടറൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് സേതുവിന് ഡോക്ടറിനോട് വല്ലാതെ ദേഷ്യമായി. ഡോക്ടർ ഒറ്റയ്ക്കിരിക്കുന്ന സമയം ഡോക്ടറിന്
ഡോക്ടറിന്റെ രണ്ട് പൊട്ടിക്കുകയാണ് സേതു. എന്നാൽ ഡോക്ടർ ബഹളം വെക്കുന്നത് കൊണ്ട് തന്നെ ബാക്കി ജീവനക്കാർ ഓടി വന്ന് സേതുവിനെ പിടിച്ച് കെട്ടിയിടുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥനും അവിടേക്ക് വരുന്നു. ജാഫറും ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടുകയാണ്. അവന്റെ ചേട്ടനയ്ക്ക് സുഖമില്ലാതെ കിടക്കുക, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട എന്ന് ജാഫർ കാല് പിടിക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടറാണെങ്കിൽ അവനെ ഡിസ്മിസ് ചെയ്യാതെ സസ്പെൻഷനിൽ ഒതുക്കുന്നു. മാത്രമല്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് സേതുവിനിട്ടൊരെണ്ണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദേഷ്യം വന്ന സേതു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നിനക്ക് എന്താ പ്രശ്നമെന്ന് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു. കുറെ നാളായി അയാൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നു, എനിക്ക് മടുത്തു എന്ന് സേതു പറയുമ്പോൾ ഇപ്പോൾ എന്താണ് നിനക്കൊരു മാറ്റം? ഇത്രയും നാള് അയാൾ പറയുന്നതെല്ലാം നീ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോഴോ ഒന്നും മിണ്ടാതെ അവൻ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. സേതുവിന്റെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മാറ്റം പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കുന്നു. ഞാനും കുറച്ച് ദിവസമായത് ശ്രദ്ധിക്കുകയാണെന്ന് ജാഫർ പറയുന്നു. അന്നു മുതൽ സേതുവിനെ ഫോളോ ചെയ്യുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. മാത്രവുമല്ല സേതുവിന്റെ വീട്ടിൽ മൂന്നാമതൊരാളുണ്ടോ എന്ന സംശയവും അയാൾക്ക് തോന്നുന്നു. വീടിനെ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. ഒരു ദിവസം സേതു ഡ്യൂട്ടിക്ക് പോയ സമയം ഈ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ ആരും അറിയാതെ സേതുവിന്റെ വീട്ടിലേക്ക് കടക്കുന്നു. വീട്ടിലേക്ക് ആരോ വന്നത് രാജേന്ദ്രന് മനസ്സിലായി. രാജേന്ദ്രനാണെങ്കിലോ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അകത്ത് കയറിയതും ആരും അറിയാതെ പത്തായത്തിൽ പോയി ഒളിച്ചിരിക്കുന്നു. അവിടെ ആകെ പോലീസ് ഉദ്യോഗസ്ഥൻ നോക്കിയിട്ടും മൂന്നാമതൊരാൾ ആ വീട്ടിലുള്ളത് കണ്ടുപിടിക്കാനേ കഴിഞ്ഞില്ല. എന്നാൽ പത്തായത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാം ഈ രാജേന്ദ്രൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്തായിരുന്നു മധു മാർക്കോസയെ മാർക്കോസയെ എന്ന് കിടന്ന് ബഹളം വെക്കുന്നത്. അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ പോവുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സേതു അറിയുന്നത് തന്റെ സഹോദരനായ മധു സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. സേതു ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും എത്തുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ആരോടും ഒന്നും മിണ്ടാതെ ഒറ്റക്കിടപ്പ്. കാരണം ചേട്ടന് അറ്റാക്ക് വന്നതായിരുന്നു. എന്താ എന്റെ ചേട്ടന് സംഭവിച്ചത്, ആരാ ഇവിടെ വന്നതെന്നൊക്കെ സേതു ജാഫറിനോട് ചോദിക്കുമ്പോൾ ആരും വന്നില്ല, ഞാൻ ഇവിടേക്ക് വന്ന് കതക് തുറന്ന് നോക്കിയപ്പോൾ ദേ നിന്റെ ചേട്ടൻ സുഖമില്ലാതെ കിടക്കുന്നതാ കണ്ടത്, അപ്പോഴേ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും ജാഫർ പറയുന്നു. സേതുവിനാണെങ്കിൽ ആകെ ടെൻഷൻ. മാത്രവുമല്ല വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ സേതു വീട് മുഴുവൻ രാജേന്ദ്രനെ അന്വേഷിക്കുന്നു. പക്ഷേ രാജേന്ദ്രൻ അവിടെ ഒന്നുമില്ല. രാജേന്ദ്രൻ എന്ത് സംഭവിച്ചുവെന്നും സേതുവിന് അറിയാൻ കഴിയുന്നില്ല. തോക്കുകൾ രണ്ടും വീട്ടിലുണ്ട്. ഉടനെ തന്നെ സേതുവാണെങ്കിൽ തോക്കുമെടുത്ത് തന്റെ ചേട്ടനായ മധുവിനടുത്തേക്ക് വരുന്നു. ചേട്ടാ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് മധുവിനെ ഒരുപാട് വിളിക്കും. പക്ഷേ മധു ആണെങ്കിൽ കരയുന്നതല്ലാതെ ഒന്നും പ്രതികരിക്കുന്നതേയില്ല. എന്നാൽ ഉടനെ തന്നെ സേതു ആ ഒരു തോക്കൊക്കെ എടുത്തു വെച്ച് മാർക്കോസിനെ പോലെ അഭിനയിക്കുന്നു. എടാ മധു എഴുന്നേൽക്കടാ, ഞാൻ വന്നടാ എന്നൊക്കെ മാർക്കോസിന്റെ രൂപത്തിൽ സേതു സംസാരിക്കുമ്പോഴോ എന്റെ മാർക്കോസ് 12 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു, ഞാൻ അതറിഞ്ഞു, നീ എന്നെ പറ്റിക്കുകയാണല്ലേ എന്ന് മധു ചോദിക്കുന്നു. അപ്പോഴാണ് സേതു ഞെട്ടിപ്പോകുന്നത്. എന്ത് കാര്യമാണോ ഇത്രയും വർഷമായിട്ട് മധു അറിയരുതെന്ന് കരുതി സേതു മറച്ചു വെച്ചത്, ആ ഒരു കാര്യം ഇപ്പോൾ മധു അറിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് സേതുവിന് അറിയാൻ കഴിഞ്ഞില്ല. മധുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് സേതു ശ്രമിക്കുമെങ്കിലും സേതുവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ മധു മരണപ്പെട്ടു പോകുന്നു. മധുവിന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. മധുവിനൊരു ഭാര്യയും മകനുമുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും അവരെ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. മധു ഈ ഒരു അവസ്ഥയിലായതിൽ പിന്നെ മധുവിനെ ഉപേക്ഷിച്ച് പോയവരാണവർ. എന്നാൽ ഇപ്പോൾ മധുവിന്റെ മരണാനന്തര ചടങ്ങെല്ലാം കഴിഞ്ഞതോടുകൂടി അവർക്കിപ്പോൾ സേതുവും മധുവും താമസിച്ചിരുന്ന ആ ഒരു വീട് വേണം. അതിനു വേണ്ടിയിട്ടും എത്തിയിരിക്കുകയാണ്. പക്ഷേ സേതുവാണെങ്കിൽ അതിനുള്ള മറുപടിയൊന്നും കൊടുക്കുന്നതുമില്ല. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഒറ്റയ്ക്കിരുന്ന് സേതുവിന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. ചേട്ടന്റെ ഓർമ്മകളും ചേട്ടൻ എപ്പോഴും സേതുവെ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ അവനെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരുന്നു. സേതു ഈ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്ന സമയത്താണ് സേതുവിനെ കാണുവാൻ വേണ്ടിയിട്ട് ജാഫർ വരുന്നത്. സേതുവിന്റെ ഈ ഒരു അവസ്ഥ കണ്ട് ജാഫർ വല്ലാതെ പേടിച്ചു പോകുന്നു. എടാ സേതു, എന്തൊരവസ്ഥയാടാ ഇത്, നീ എന്തായാലും ഇവിടെ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങ്. ദേ ആ ഡോക്ടറാണെങ്കിൽ ട്രാൻസ്ഫർ ആകാൻ പോവുകയാണ്. ഡോക്ടറിന്റെ ഫാം ഹൗസിൽ വെച്ച് പാർട്ടി നടക്കുന്നുണ്ട്, നീ അവിടേക്ക് വാ. നീ ഡോക്ടറിനോട് ഒരു സോറി പറയ്, നിനക്ക് ഈ ഒരു സസ്പെൻഷനൊക്കെ പിൻവലിക്കുമെന്നുള്ള കാര്യവും ജാഫർ പറയുന്നു. അങ്ങനെ ഡോക്ടറിന്റെ ആ ഒരു ട്രാൻസ്ഫറിന്റെ പാർട്ടി നടക്കുന്ന ഫാം ഹൗസിലേക്ക് എത്തുകയാണ് നമ്മുടെ സേതു. പക്ഷേ സേതു വരുന്നത് കറക്റ്റ് ഒരു മാവോയിസ്റ്റിന്റെ വേഷത്തിലായിരുന്നു. ഡോക്ടറിന്റെ വീട്ടിലേക്ക് എത്തിയ സേതു ആണെങ്കിൽ തോക്കെടുത്ത് ജാഫറിന് നേരെ ചൂണ്ടുന്നു. എന്റെ ചേട്ടൻ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ വന്നപ്പോൾ നിന്റെ ചേട്ടൻ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു, അല്ലാതെ എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനില്ലേ അവൻ വീട്ടിലേക്ക് വന്നോ എന്ന് ചോദിക്കുന്നു. അതൊന്നും എനിക്കറിയത്തില്ല എന്നാണ് ജാഫർ പറയുന്നത്.
അതേസമയം ഡോക്ടറും അകത്തേക്ക് വരും. ഡോക്ടറിനെ വിരട്ടുകയാണ്. ഡോക്ടറിനോട് സോറി പറയണമെന്നാണല്ലോ ജാഫർ പറഞ്ഞിരുന്നത്. എന്നാൽ സേതു ഡോക്ടറിന് നേരെ തോക്ക് ചൂണ്ടിയിട്ട് പബ്ലിക്കായിട്ട് തന്നോട് സോറി പറയണമെന്നും ഡോക്ടറിനെ വിരട്ടുന്നു. മാത്രവുമല്ല, സസ്പെൻഷൻ അല്ലാതെ തനിക്ക് ട്രാൻസ്ഫറും തരണമെന്നും സേതു ആവശ്യപ്പെടും. അതേസമയം തന്നെയായിരുന്നു ഡോക്ടർ അതെല്ലാം സമ്മതിച്ച് എല്ലാവർക്കും മുന്നിലേക്ക് എത്തുന്നത്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സേതുവിനോട് മാപ്പ് പറയുകയും സേതുവിന്റെ സസ്പെൻഷനും പിൻവലിച്ച് ട്രാൻസ്ഫറും കൊടുക്കുന്നു. ഇതേ സമയമായിരുന്നു ജാഫർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനായിട്ടും ശ്രമിക്കുന്നത്. അത് കാണുന്ന സേതു ജാഫറിന് പിന്നാലെ പോയിട്ട് ജാഫറിന്റെ കാലിൽ ഷൂട്ട് ചെയ്യുന്നു. എന്നാൽ ജാഫർ ആണെങ്കിൽ ഉടനെ തന്നെ കോൾ ചെയ്യുന്നത് പോലീസ് ഉദ്യോഗസ്ഥനും. എടാ, ആ സേതു എന്നെ ഷൂട്ട് ചെയ്തു എന്ന് ജാഫർ പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ സേതുവിനെ അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ഇറങ്ങുകയാണ്. പക്ഷേ സേതു അപ്പോഴേക്കും അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. സേതുവിനെ കാണാത്തത് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ നേരെ എത്തുന്നത് മിനിയുടെ വീട്ടിലേക്ക്. സേതു എവിടേക്കാ പോയതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്നും മിനി പറയുന്നു. മിനിയുടെ കയ്യിലെ ഫോൺ പിടിച്ചു വാങ്ങുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത്. അതേസമയം റേഡിയോയിലൂടെ ഒരു പരിചയമുള്ള ശബ്ദം പോലീസ് ഉദ്യോഗസ്ഥൻ കേൾക്കുന്നു. അത് യഥാർത്ഥത്തിൽ സേതുവിൻ്റെതാണ്. സേതു ആണെങ്കിലോ ഓരോ കാര്യങ്ങളൊക്കെ റേഡിയോയിലൂടെ സംസാരിക്കുന്നു. നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് ആ ഒരു റേഡിയോയിലൂടെ സംസാരിക്കുന്ന ആൾ ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ എൻ്റെ അപ്പന് കാട്ടില് ഒരു വസ്തുവുണ്ട്, ആ വസ്തുവില് ചെറിയൊരു കുടിലുണ്ട്, അവിടേക്ക് പോവുകയാണെന്നായിരുന്നു സേതുവിന്റെ മറുപടി. ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഒരു കാട് ലക്ഷ്യമാക്കി പോവുകയാണ്. അതേ സമയം തന്നെയായിരുന്നു സേതു ആ ഒരു കൊച്ചു കുടിലിലേക്ക് വരുന്നത്. എന്നാൽ അവിടെ കിടന്നുറങ്ങുന്ന രാജേന്ദ്രനെയും സേതു കാണുന്നു. രാജേന്ദ്രന് എങ്ങനെയൊരു കുടിലറിയാമെന്നാൽ സത്യത്തിൽ ഇവർ മൂന്ന് പേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയം പണ്ടിവരുടെ കഥകളൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇവരുടെ അച്ഛന് കാട്ടിലൊരു വസ്തു ഉണ്ടെന്നും അവിടെ ഒരു ചെറിയൊരു കുടിലുണ്ടെന്നും ഇടയ്ക്കിടയ്ക്ക് ഇവരൊക്കെ അവിടെ പോകാറുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരുന്നതാണ് രാജേന്ദ്രൻ ഓർത്തു വെച്ച് അവിടേക്ക് വന്നിരിക്കുന്നത്. രാജേന്ദ്രന് സേതുവിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നൊക്കെ സേതു ചോദിക്കുന്നുണ്ട്. രാജേന്ദ്രൻ പറയുന്നത്, ഞാനൊരു മാവോയിസ്റ്റ് ഒന്നുമല്ല, ഞാനൊരു കെമിസ്ട്രി മാഷാണ്, എന്നെ കുടുക്കിയത് ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം തന്റെ ചേട്ടന് എന്ത് സംഭവിച്ചു എന്ന് സേതു ചോദിക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ രാജേന്ദ്രൻ പറയുന്നത്. അന്നേ ദിവസം മാർക്കോസേ എന്ന് മധു കിടന്ന് വിളിച്ചപ്പോൾ അത് കേട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ മധുവിന്റെ അടുത്തേക്ക് ചെന്നല്ലോ. എന്നിട്ട് മാർക്കോസ് എവിടെയെന്ന് ചോദിക്കും. മാർക്കോസ് ഇവിടെയുണ്ട്, അവൻ 10 മണിക്ക് എഴുന്നേറ്റ് ചായ കുടിക്കാറുള്ളത് പതിവാണ്, എനിക്കും ചായ ഇട്ട് തരും. എന്നാൽ ശരി, നിങ്ങൾ നിങ്ങളുടെ മാർക്കോസിനെ വിളിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. മധു ഉടനെ തന്നെ എടാ മാർക്കോസെ എന്ന് അലറി വിളിക്കും. എന്നാൽ ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥൻ, എടോ മാർക്കോസ് ചത്തുപോയിട്ട് 12 വർഷമായി, നിങ്ങൾ കാരണമാണ് എൻ്റെ അപ്പൻ ചത്തുപോയതെന്ന് പറഞ്ഞ് വല്ലാതെ ബഹളമുണ്ടാക്കുകയും മധുവിനെ പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്തു. ആ ഒരു വിവരം അറിഞ്ഞ് അയാളുടെ ആ ഒരു തള്ളിലാണ് മധുവിന് അറ്റാക്ക് വന്നത്. അതെല്ലാം കേൾക്കുന്ന സേതുവിന് തന്റെ ചേട്ടന്റെ മരണത്തിന് പിന്നിൽ മാർക്കോസിന്റെ മകനായ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കാരണമെന്ന് മനസ്സിലായി. എന്നാൽ അതേ സമയത്തായിരുന്നു ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരുന്നത്. ഇവരാണെങ്കിലോ രക്ഷപ്പെട്ട് ഓടുവാനായും ശ്രമിക്കും. എന്നാൽ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് നമ്മുടെ സേതുവിന്റെ കാലിലൊന്ന് കൊള്ളുന്നു. എന്നാൽ അവരാണെങ്കിൽ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് ചെറിയൊരു കുഴിക്കുള്ളിൽ വന്ന് ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവരെ ഫോളോ ചെയ്ത് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അതിന് മുകളിലായിട്ട് എത്തുന്നു. എന്നിട്ട് അയാൾ ഷൂട്ട് ചെയ്യുന്നത് കൊള്ളുന്നതോ രാജേന്ദ്രന്റെ തലയില്. രാജേന്ദ്രൻ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു പോവുകയാണ്. അതോടുകൂടി സേതു ആകെ തകർന്നു പോകുന്നു. സേതു ഉടനെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ ഷൂട്ട് ചെയ്യുമ്പോൾ അയാളുടെ കാലിൽ വെടികൊണ്ട് അയാൾ താഴേക്ക് വന്ന് വീഴുന്നു. വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ സേതു ആണെങ്കിലോ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നുകളയും. തന്റെ പ്രിയപ്പെട്ട ചേട്ടന്റെയും പ്രിയപ്പെട്ട സുഹൃത്തിന്റെയും മരണത്തിന് കാരണമായ പോലീസ് ഉദ്യോഗസ്ഥനെ സേതു കൊന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് വലിയൊരു മലയുടെ മുകളിലേക്ക് വരുന്നു. എന്നിട്ട് കണ്ണുമടച്ചു നിൽക്കുന്ന സേതുവിനെ കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇനി സേതുവിന്റെ മുന്നിൽ ഒരു വെളിച്ചം പോലും ഇല്ലല്ലോ. സേതു ചിലപ്പോൾ മരണപ്പെട്ട് കാണും, ചിലപ്പോൾ വലിയൊരു മാവോയിസ്റ്റായി മാറിക്കാണും. അതൊന്നും കാണിക്കുന്നില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.